സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് വർദ്ധിക്കുന്നു. സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതോടെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം സജീവമാകുന്നത്. 2023-24 കാലയളവിൽ 500 കിലോയോളം സ്വർണം കസ്റ്റംസ് പിടികൂടിയിരുന്നു. വിമാനത്താവളങ്ങൾ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് കസ്റ്റംസ്. സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം 6% നിന്ന് 15% വർദ്ധിപ്പിച്ചിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത്. ഇതോടെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയിൽ കസ്റ്റംസ് 11 കോടിയുടെ സ്വർണമായിരുന്നു പിടികൂടിയത്. 14 കേസുകളിലായാണ് 11 കോടിയിലധികം രൂപ വിലയുള്ള 8 കിലോ സ്വർണം പിടികൂടിയത്. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് വൻ സ്വർണ്ണവേട്ടകൾ നടന്നത്. കസ്റ്റംസ് പരിശോധനകൾക്ക് അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ തന്നെ കള്ളക്കടത്തുകാരും പുതിയ മാർഗങ്ങൾ തേടുകയാണ്. മിശ്രിത രൂപത്തിൽ പല വസ്തുക്കളിലും ശരീരത്തിലുമെല്ലാം ഒളിപ്പിച്ചാണ് സ്വർണ്ണക്കടത്ത്. 2023-2024 കാലത്ത് സ്വർണ്ണക്കടത്ത് വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. ഈ കാലയളവിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പിടികൂടിയത് 485 കിലോ കള്ളക്കടത്ത് സ്വർണമായിരുന്നു. വിപണിയിൽ 287 കോടിയോളം രൂപ മൂല്യമുള്ള സ്വർണമായിരുന്നു പിടികൂടിയത്. ജനം, കൊച്ചി.